നമസ്കാരം. ആധുനിക ചികിത്സാ രംഗത്ത് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിന്റെ അഥവാ രക്തബാങ്കിന്റെ സേവനങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം മുൻ പ്രൊഫസറും എച്ച്ഒഡിയുമായ ഡോക്ടർ എസ് മായാദേവിയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ എന്തൊക്കെ സേവനങ്ങളാണ് രക്തബാങ്ക് അഥവാ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ലഭ്യമാകുന്നത്? രക്തബാങ്കുകളിൽ ദാതാക്കളിൽ നിന്നും രക്തം ശേഖരിച്ച് ഘടകങ്ങളായി വേർതിരിച്ച് വിവിധ ടെസ്റ്റുകൾക്ക് വിധേയമാക്കി ദീർഘകാലം സൂക്ഷിക്കുവാനാകും. അത് രോഗികളുടെ ആവശ്യാനുസരണം അവർക്ക് കൊടുക്കും. ഇതിന് പുറമേ ധാരാളം പുതിയ നൂതന സംവിധാനങ്ങൾ ഇന്ന് രക്തബാങ്കുകളിൽ നിലവിലുണ്ട്. അതുപ്രകാരം രക്തബാങ്കിൻ്റെ സേവനങ്ങൾ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ, ഇമ്മ്യൂണോഹിമറ്റോളജി, സെൽ തെറാപ്പി, റീജനറേറ്റീവ് മെഡിസിൻ, എഫറസിസ് ടെക്നോളജി, റോൾ ഇൻ ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനെ വിവിധ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. രക്തബാങ്കിൻ്റെ വിവിധ സേവനങ്ങൾ ഇന്ന് അവയവമാറ്റ ചികിത്സാ രംഗത്ത് ഉപയോഗപ്പെടുത്തി വരുന്നു. അവയവമാറ്റ ചികിത്സ ഇന്ന് പ്രത്യേകിച്ചും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, ഇവയിലെല്ലാം രക്തബാങ്കിൻ്റെ വലിയ ഒരു പങ്ക് ഒരു സപ്പോർട്ടീവ് കെയർ ആയിട്ട് ഉണ്ട്. വിവിധ ടെസ്റ്റുകൾ രക്തബാങ്കിലാണ് അതായത് ഈ പ്രോസസ്സ് നടക്കുന്നതിന് മുൻപായും അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനുശേഷവും രക്തബാങ്കിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് അവയവമാറ്റ ശസ്ത്രക്രിയകളെല്ലാം ഇന്ന് നടക്കുന്നത്. ഡോക്ടർ, നൂതന ചികിത്സാ രംഗത്ത് അല്ലെങ്കിൽ ആധുനിക ചികിത്സാ രംഗത്ത് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ്റെ സേവനങ്ങൾ എന്തെല്ലാമാണ്? നൂതന ചികിത്സാ രംഗത്ത് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിന് പുതിയ പല മേഖലകളും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രക്തം പല ഘടകങ്ങളായി വേർതിരിക്കുക എന്നുള്ളതാണ്. പല ഘടകങ്ങളായി വേർതിരിച്ച് പഴയ കാലത്ത് നമ്മൾ രക്തം അതുപടി തന്നെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്ത ശേഷം രോഗിക്ക് മാച്ചിങ് നോക്കി കൊടുക്കുകയായിരുന്നെങ്കിൽ ഇന്ന് പല ഘടകങ്ങളായി വേർതിരിച്ച് ഒരു ദാതാവിൽ നിന്നെടുക്കുന്ന രക്തം അനേകം രോഗികൾക്ക് കിട്ടത്തക്കവണ്ണമുള്ള രീതിയിൽ പല ഘടകങ്ങളായി വേർതിരിക്കുന്നു. ഈ ഓരോ ഘടകവും സൂക്ഷിച്ചു വെക്കേണ്ട ടെമ്പറേച്ചർ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കേണ്ട രീതി വ്യത്യസ്തമാണ്. ചില ഘടകങ്ങൾ ശീതീകരിച്ച് വെക്കണം, ചില ഘടകങ്ങൾ റൂം ടെമ്പറേച്ചറിൽ വെക്കണം, ചില പ്രത്യേക ഉപകരണങ്ങളിൽ സൂക്ഷിക്കണം. ചിലത് ഒരാഴ്ച വയ്ക്കാൻ പറ്റുമെങ്കിൽ ചിലത് നമുക്ക് 5 ദിവസമേ പറ്റുകയുള്ളൂ, ചിലത് നമുക്ക് ഒരു വർഷത്തോളം സൂക്ഷിക്കാം. അങ്ങനെ പല പല ഘടകങ്ങളായി വേർതിരിച്ച് അണുവിമുക്തമാണോ എന്നുള്ള ടെസ്റ്റുകളെല്ലാം പൂർത്തിയാക്കി രോഗികൾക്ക് നൽകുന്നു. അപ്പോൾ ഈ അണുവിമുക്തമായ ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ എലൈസ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകളാണ് ഈ സമീപകാലം വരെ എല്ലാ രക്തബാങ്കിലും ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ആധുനിക സജ്ജീകരണങ്ങളുള്ള രക്തബാങ്കുകളിൽ ഒരു പടി കൂടി ഉയരത്തിലുള്ള കെമേലിയോമിനിസെൻസ് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെക്നോളജി, ആ ടെക്നോളജി ഉപയോഗിച്ച് അണുവിമുക്തമാക്കി കണ്ടെത്തുന്ന യൂണിറ്റുകൾ അല്ലെങ്കിൽ ആ ടെക്നോളജിയിൽ കൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ രക്തത്തിലൂടെയുള്ള അണുബാധ തടയാൻ ഒരു വലിയ പരിധിവരെ നമുക്ക് സാധിക്കും. എങ്കിലും 100% അണുവിമുക്തമായാണ് രക്തബാങ്കിലെ രക്തഘടകങ്ങളെന്ന് നമുക്ക് പറയാൻ ഇന്നും ബുദ്ധിമുട്ടാണ്. അതിന് ഇറേഡിയേഷൻ മുതലായ വേറെയും പല സംവിധാനങ്ങളും ഇന്ന് രക്തബാങ്കുകളിൽ നിലവിലുണ്ട്. എല്ലാ ആശുപത്രികളിലെയും രക്തബാങ്കുകൾ എല്ലാ സംവിധാനങ്ങളാലും സജ്ജമല്ല. ചിലവേറിയ പല സംവിധാനങ്ങളും ചില പ്രത്യേക രക്തബാങ്കുകളിൽ മാത്രമേ നമുക്ക്, വലിയ ആശുപത്രികളിൽ മാത്രമേ നമുക്ക് സാധ്യമാക്കാൻ ഇന്ന് സാധിച്ചിട്ടുള്ളൂ. എങ്കിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ എഫറസിസ് ടെക്നോളജി, അതായത് രക്തത്തിൻ്റെ ഒരു ദാതാവിൽ നിന്നും ആവശ്യമുള്ള ഘടകങ്ങൾ മാത്രം വേർതിരിച്ചെടുത്ത് ബാക്കിയുള്ള ഘടകങ്ങൾ രക്തദാതാവിലേക്ക് തിരിച്ച് സന്നിവേശിപ്പിക്കുന്ന രീതിയാണ് എഫറസിസ് വഴിയുള്ള രക്തശേഖരണം. ഈ എഫറസിസ് ടെക്നോളജി വഴി രോഗിയുടെ ശരീരത്തിലെ അനാവശ്യമായ ചില ആൻറ്റിബോഡികൾ നീക്കം ചെയ്യാനും ചികിത്സയ്ക്കും എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താനാവും. അവയവമാറ്റ ശസ്ത്രക്രിയ രംഗത്ത് അവയവമാറ്റത്തിന് മുൻപ് കുറേ സംവിധാനങ്ങൾ രക്തബാങ്കിലേത് ഉപയോഗിക്കും. രോഗിയുടെയും ദാതാവിൻ്റെയും രക്തഗ്രൂപ്പ് നിർണയം, അതിനേക്കാൾ പ്രാധാന്യമുള്ള ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആൻറ്റിജൻ അഥവാ HLA മാച്ചിങ് ടെസ്റ്റുകൾ,
അതിൻ്റെ മാച്ചിങ് തൃപ്തികരമായാൽ മാത്രമേ, ആ നിർണയം തൃപ്തികരമായി ചേർച്ചയായാൽ മാത്രമേ നമുക്ക് അവയവദാന ശസ്ത്രക്രിയകൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇതുകൂടാതെ രോഗിയുടെ രക്തത്തിലുള്ള ആൻറ്റിബോഡികളുടെ അളവ് അത് എത്രമാത്രം കുറയ്ക്കണം, പരമാവധി കുറയ്ക്കേണ്ടി വരും. കാരണം നമ്മൾ മാറ്റിവെച്ച അവയവത്തെ റിജക്ഷൻ വരാതിരിക്കാൻ അത് ആവശ്യമാണ്. അതിൻ്റെ ലെവലുകൾ നിശ്ചയിക്കുക. രക്തം കട്ട പിടിക്കുന്നതിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ രോഗിക്ക്, അതിനുള്ള കൊയാഗുലേഷൻ പ്രൊഫൈൽ ടെസ്റ്റുകൾ. ഇതുകൂടാതെ രക്തഗ്രൂപ്പ് നിർണ്ണയം, മറ്റ് ചേർച്ച ടെസ്റ്റുകൾ, ക്രോസ് മാച്ചിങ്, ഇതെല്ലാം നോക്കിയ ശേഷമാണ് കൂംസ് ടെസ്റ്റ്, ഇതെല്ലാം നോക്കിയ ശേഷമാണ് അവയവദാനത്തിനായിട്ട് രോഗിയെ പ്രാപ്തനാക്കുന്നത്. അവയവദാന ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഉദാഹരണമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ ആണെങ്കിൽ രോഗിക്ക് ബ്ലീഡിങ്ങിൻ്റെ സാധ്യതകൾ കൂടുതലായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സമയത്ത് പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് എന്ന് പറയപ്പെടുന്ന കുറച്ച് സംവിധാനങ്ങളുണ്ട്. അതുവഴി രോഗിയുടെ രക്തസാമ്പിൾ രക്തബാങ്കിൽ സ്വീകരിക്കുകയും ഏത് ഘടകമാണ്, രക്തഘടകമാണ് രോഗിക്ക് ആ സമയത്ത് അത്യാവശ്യമായി രക്തബാങ്കിൽ നിന്നും നൽകേണ്ടത് എന്ന് അത്തരം ടെസ്റ്റുകളിൽ നിന്നും വ്യക്തമാകും. കൂടാതെ അനാവശ്യമായ രക്തസന്നിവേശം ഒഴിവാക്കാനും ഇത് നമ്മളെ വളരെയേറെ സഹായിക്കും. പഴയ കാലത്ത് ശസ്ത്രക്രിയയിൽ അമിത രക്തസ്രാവം കണ്ടാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അങ്ങ് കൊടുക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു. ഇന്ന് പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റൊക്കെ വന്ന ശേഷം ഏത് കമ്പോണൻ്റാണ് കുറവ്, എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള വ്യക്തമായ ഒരു പിക്ചർ കിട്ടും. ഇതുമൂലം കൊടുക്കുക അതിലുപരി തന്നെ അനാവശ്യമായ രക്തസന്നിവേശം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അത് വളരെ പ്രധാനമാണ്. രക്തത്തിലൂടെ പകരുന്ന അനേകം രോഗാവസ്ഥകളുണ്ട്. ഏതെല്ലാം തരം ടെസ്റ്റുകൾ വഴി നമ്മൾ അത് പൂർത്തിയാണ്, 100% സുരക്ഷയാണെന്നെല്ലാം നമ്മൾ തൃപ്തിപ്പെടാൻ ശ്രമിച്ചാലും ഒരു ചെറിയ പഴുത് എപ്പോഴും ഇൻഫെക്ഷൻ ചാൻസ് ഉണ്ട്. സുരക്ഷിത രക്തം എപ്പോഴും വോളണ്ടറി ബ്ലഡ് ഡോണേഴ്സിൽ നിന്നും ലഭിക്കുന്ന രക്തം ആയിരിക്കും. എന്നാലും 100% നമുക്ക് എല്ലാവരുടെയും കാര്യങ്ങളിൽ ഉറപ്പുവരുത്താനാവില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുള്ളപ്പോൾ അനാവശ്യമായ രക്തസന്നിവേശം അണുബാധയുണ്ടാകാതിരിക്കാൻ ആവശ്യമാണ്. ഇത് കൂടാതെ രക്തം കൊടുക്കുന്നത് വഴി രോഗിയിൽ പല പ്രതികൂല പ്രവർത്തനങ്ങളും നടക്കും. അതുമാത്രവുമല്ല, അവയവദാനത്തിലൊക്കെ ആണെങ്കിൽ ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കണ്ടുപിടിച്ച് രോഗിയുടെ അവയവദാന ശസ്ത്രക്രിയയ്ക്ക് മുൻപ് രോഗിയുടെ ആൻറ്റിബോഡിയുടെ അളവ് നിർണ്ണയിക്കുന്നതും രക്തബാങ്കിലാണ്. ആൻറ്റിബോഡിയുടെ അളവ് പരമാവധി കുറച്ച ശേഷമേ ഇത്തരം ശസ്ത്രക്രിയകളിലേക്ക് കടക്കാറുള്ളൂ. പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് വളരെ സഹായകരമാണ്. ബ്ലീഡിംഗ് കൂടുതലാണെന്ന് കാണുമ്പോൾ അപ്പോൾ തന്നെ രക്തസാമ്പിൾ രക്തബാങ്കിൽ എത്തിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഏത് രക്തഘടകമാണ് കൊടുക്കേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ ഏത് രക്തഘടകമാണ് എന്ന് തീരുമാനിക്കപ്പെടുകയും വളരെ സ്പെസിഫിക് ആയിട്ട് അത് കൊടുത്തയക്കുകയും ചെയ്യും. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ അവയവമാറ്റ ശസ്ത്രക്രിയ സാധാരണമാണല്ലോ. അപ്പോൾ ബ്ലഡ് ബാങ്കിൻ്റെ പങ്ക് അതിൽ എത്രത്തോളമുണ്ട്? അതെ, അവയവമാറ്റ ശസ്ത്രക്രിയ രംഗത്ത് രക്തബാങ്കുകളെ ഒഴിവാക്കി നമുക്കത് ചെയ്യാൻ സാധ്യമല്ല. കരൾ ശസ്ത്രക്രിയകളായാലും റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആയാലും ഇത് രണ്ടുമാണ് ഇപ്പോൾ ഇവിടെ വ്യാപകമായിട്ടുള്ളത്. ഇത് കൂടാതെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, മജ്ജ മാറ്റിവെക്കൽ ചികിത്സാരീതി ക്യാൻസർ ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്നതാണ്. ഇതിനും രക്തബാങ്കിൻ്റെ വലിയ ഒരു പങ്കുണ്ട്. ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപായിട്ട് രോഗിയുടെ രക്തത്തിലുള്ള അനേകം പരിശോധനകൾ പൂർത്തിയാക്കാനും വേണ്ടുന്ന രക്തം ഏതാണെന്ന് കരുതി അത് സംഭരിക്കാനും ഘടകങ്ങളായി വേർതിരിച്ച് സമയാസമയം എത്തിക്കാനും രക്തബാങ്കുകളുടെ സേവനം വളരെ വലുതാണ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന ക്യാൻസർ രോഗികളിൽ പ്രത്യേകിച്ച് താലസീമിയ, ചിലതരം ലുക്കീമിയ, ലിംഫോമ, മൾട്ടിപ്പിൾ മൈലോമ, ഇവയിലെല്ലാം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു വലിയ ചികിത്സാ രീതി, ഒരു ക്യൂറേറ്റീവ് എന്ന് പറയത്തക്ക ലെവലിലുള്ള ചികിത്സാ രീതിയായി ഉപയോഗിക്കുന്നുണ്ട്. 2 തരം ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്. രോഗിയുടെ തന്നെ മൂലകോശങ്ങൾ സ്റ്റെം സെൽസ് വേർതിരിച്ചെടുക്കുന്നു. അത് FRSS പ്രക്രിയ വഴി രക്തബാങ്കിലാണ് ചെയ്യുക. അത് തന്നെ രോഗിയെ പല മരുന്നുകളെല്ലാം കൊടുത്ത് ചില ചികിത്സകളൊക്കെ ചെയ്ത് സ്വന്തം രക്തത്തിലാണ് രക്തകോശങ്ങളെയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത ശേഷം
ഈ സ്റ്റെം സെൽ എന്ന് പറയുന്ന മൂലകോശം രോഗിയിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. ആ ചികിത്സ സങ്കീർണമാണ്. അതിൽ രക്തബാങ്ക് മൂലകോശങ്ങളെ തയ്യാറാക്കിയെടുക്കുന്ന ശ്രമകരമായ ജോലി രക്തബാങ്കിലാണ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധാപൂർവം സൂക്ഷ്മതയോടെയും ടെക്നിക്കൽ സ്കില്ലോടുകൂടിയും ചെയ്യേണ്ടുന്ന ജോലി തന്നെയാണിത്. പിന്നെ മറ്റൊരു രോഗിയുടെ മജ്ജയാണ് രോഗിക്ക് മറ്റൊരു ദാതാവിൻ്റെ മജ്ജയാണ് രോഗിക്ക് വയ്ക്കുന്നതെങ്കിൽ രക്തഗ്രൂപ്പുകളുടെ ചേർച്ച നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ABO ഗ്രൂപ്പിംഗ്, അതായത് രോഗിയുടെ രക്തവും കൊടുക്കുന്നയാളിൻ്റെ രക്തത്തിലുമുള്ള രക്തഗ്രൂപ്പിനേക്കാൾ ഉപരി അവരുടെ ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആൻറ്റിജൻ അഥവാ HLA മാച്ചിങ് കറക്റ്റാണോ എന്നുള്ള പരിശോധനയാണ് കൂടുതൽ കാര്യമായി നമ്മൾ നോക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഒരേ രക്തഗ്രൂപ്പ് ഉള്ളവർ തമ്മിൽ തന്നെ ആയിക്കൊള്ളണം എന്നില്ല. A ഗ്രൂപ്പിൽപ്പെട്ട ഒരു രോഗിക്ക് B ഗ്രൂപ്പിൽപ്പെട്ട ആളുടെ രക്തം ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി കോശങ്ങൾ സ്വീകരിക്കാം. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു 6 മാസക്കാലത്തേക്കെങ്കിലും രോഗിക്ക് തുടർച്ചയായ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ഒക്കെ വേണ്ടി വരുന്ന സമയങ്ങളിൽ ദാതാവിൻ്റെ രക്തഗ്രൂപ്പ് ഒരു 6 മാസമെങ്കിലും കഴിഞ്ഞിട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ആ രോഗിയുടെ തന്നെ രക്തഗ്രൂപ്പാണ് കൊടുക്കുക. അത് ചില ആൻറ്റിബോഡി റിയാക്ഷൻസ് ഉണ്ടാകാതിരിക്കാനാണ്. രോഗിയുടെ രക്തത്തിൽ സ്വതവേ ഉള്ള ആൻറ്റിബോഡികൾ ഒക്കെ ഡിസപ്പിയർ ചെയ്യാൻ, അപ്രത്യക്ഷമാകാൻ ഒരു 6 മാസമെങ്കിലും എടുക്കും. അതിനുശേഷം ചുവന്ന രക്താണുക്കൾ ദാതാവിൻ്റെ ഗ്രൂപ്പ് കൊടുക്കാം. അതുവരെ ചുവന്ന രക്താണുക്കൾ രോഗിയുടെ തന്നെ ഗ്രൂപ്പും പ്ലാസ്മ ദാതാവിൻ്റെ പ്ലാസ്മ ഗ്രൂപ്പും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത് കൂടാതെയുള്ള ഒരു പുതിയ ചികിത്സാ രീതി റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന മേഖലയും രക്തബാങ്കിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു കാര്യം ആയിരിക്കുകയാണ് ഇന്ന്. ഉദാഹരണമായി രക്തത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്ലേറ്റ്ലെറ്റുകൾ ഉപയോഗിച്ച് PRP തെറാപ്പി അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഉപയോഗിച്ച് ഉള്ള ചികിത്സാ രീതികൾ ഇന്ന് നിലവിലുണ്ട്. ഇത് വിവിധ തരം രോഗാവസ്ഥകൾക്ക് ഫലപ്രദമായി ഉപയോഗിച്ചു വരികയാണ്. അതിലൊന്ന് ഉണങ്ങാത്ത വ്രണങ്ങൾ, ഡയബറ്റിക് രോഗികൾക്കൊക്കെ ചിലപ്പോൾ ഉണങ്ങാത്ത വ്രണങ്ങളുണ്ടാകാം. അതിൽ അപ്ലൈ ചെയ്യാം. നല്ല ഫലം കണ്ടുവന്നിട്ടുണ്ട്. വൻകുടലിൽ വ്രണങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ ഞാൻ നേരിട്ട് പരിചയിച്ച ഒരനുഭവമുണ്ട്. അപ്പോൾ എൻഡോസ്കോപ്പി വഴി PRP ഇഞ്ചെക്ഷൻസ് കൊടുത്തു. ആ രോഗി വളരെ നല്ല രീതിയിൽ സുഖപ്പെട്ടു പോയി. വേറെ ഒരു ഉപയോഗം എന്താണെന്നാൽ സന്ധികളിലുണ്ടാകുന്ന വേദനയ്ക്കും തേയ്മാനത്തിനും കോശങ്ങൾ പുനരുജ്ജീവിപ്പിച്ച് കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ കാർട്ടിലേജൊക്കെ മെച്ചപ്പെടാനും PRP തെറാപ്പി ജോയിൻറ്റിലേക്ക്, അതായത് മുട്ടുകളിൽ ജോയിൻറ്റിലും ഒക്കെ കൊടുക്കാൻ ഇന്ന് അതും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. പിന്നെ PRP തെറാപ്പി കൊടുക്കുന്ന ഒന്ന് അലോപേഷ്യ അഥവാ തലമുടി കൊഴിഞ്ഞു പോയി അങ്ങനെയുള്ള ഇതിന് തലയൊട്ടിയുടെ പുറത്തുള്ള സ്കിന്നിൽ അത് പല പ്രാവശ്യം ഇഞ്ചെക്റ്റ് ചെയ്യുകയും മുടി വളർച്ച റീഗെയിൻ ചെയ്യുകയും ചെയ്യും. അലോപേഷ്യ അതിനും ഉപയോഗിച്ച് വരുന്നു. അപ്പോൾ ഈ രംഗത്തൊക്കെ രക്തബാങ്കിൻ്റെ സേവനം ഉപയോഗിക്കാം. പഴയ കാലത്ത് രക്തബാങ്കുകളിൽ ചെയ്തിരുന്ന പല ടെസ്റ്റുകളും ഇന്ന് ഓട്ടോമേറ്റഡ് മെഷീൻസ് വഴി ആണ് ചെയ്യുന്നത്. കൂടെ കൃത്യതയും വേഗതയും അത്തരം മെഷീനുകൾ ഉപയോഗിക്കുന്ന വഴി നമുക്കുണ്ടാകും. FRSS ടെക്നോളജി വഴി ഒരു രോഗിയുടെ പ്ലാസ്മയോ അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളോ രോഗിയിൽ നിന്നും മാറ്റേണ്ട അവസ്ഥകൾ വരുന്ന ചികിത്സാ രീതികളുണ്ട്. അതിനും രക്തബാങ്കിൻ്റെ സേവനം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത് കൂടാതെ ഗർഭിണികളിൽ രക്തപരിശോധന രക്തബാങ്കിൽ വിശദമായി ചെയ്യാറുണ്ട്. ഒരു ഗർഭിണിയുടെ രക്തത്തിൽ രക്തഗ്രൂപ്പ് നിർണയം മാത്രമല്ല, ആൻറ്റിബോഡികളുടെ അളവും രക്തബാങ്കിലാണ് നിർണ്ണയിക്കുക. കാരണം ഗർഭസ്ഥ ശിശുവിൻ്റെ രക്തഗ്രൂപ്പ് അമ്മയുടെ രക്തഗ്രൂപ്പുമായി ചേർച്ചയില്ലാത്ത ഒന്നാണെങ്കിൽ അമ്മയുടെ ആൻറ്റിബോഡികൾ പ്ലാസൻ്റ വഴി ഗർഭസ്ഥ ശിശുവിലെത്തിപ്പെടാനും അത് ആ കുഞ്ഞിൻ്റെ രക്താണുക്കളെ നശിപ്പിക്കാനും സാധ്യതയല്ല, അങ്ങനെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ അമ്മയുടെ രക്തത്തിൽ ആൻറ്റിബോഡിയുടെ അളവ് എത്രയുണ്ട് എന്ന് നിർണ്ണയിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതനുസരിച്ചുള്ള ചികിത്സാ രീതികൾ ചികിത്സിക്കുന്ന ഡോക്ടർ എടുക്കും. ചില സമയങ്ങളിൽ
ഗർഭസ്ഥ ശിശുവിന് ഈ തരത്തിൽ രക്തകോശങ്ങൾ നശിക്കുന്നത് മൂലം കഠിനമായ വിളർച്ചയുണ്ടാവുകയും ആ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഘട്ടങ്ങൾ വരികയും ചെയ്യുമ്പോൾ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫ്യൂഷൻ, അതായത് ഗർഭത്തിലിരിക്കുന്ന ഫീറ്റസിന്, കുഞ്ഞിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുന്നു. അതിനും രക്തബാങ്കിൽ പ്രത്യേകമായി തയ്യാറാക്കിയ രക്തം ആണ് ഉപയോഗിക്കുന്നത്. അത്തരം അവസരങ്ങളിലും ചില പ്രത്യേക അവസരങ്ങളിലും ഇറേഡിയേഷൻ, അതായത് റേഡിയേഷൻ വഴി രക്തത്തിലുള്ള അണുക്കളെല്ലാം നശിപ്പിച്ച ശേഷമുള്ള ഇറേഡിയേറ്റഡ് രക്തമാണ് കൊടുക്കുന്നത്. ഇതെല്ലാം ചിലവേറിയ ചികിത്സാ രീതികളാണ്. പണ്ടൊക്കെ O ഗ്രൂപ്പിലോ O നെഗറ്റീവ് ഗ്രൂപ്പിലോ പെട്ട അമ്മമാരുടെ രക്തത്തിൽ മാത്രം ചെയ്തിരുന്ന പരിശോധന ഇന്ന് എല്ലാ രക്തഗ്രൂപ്പിൽപ്പെട്ട ഗർഭിണികൾക്കും ചെയ്യണം. കാരണം ABO RH എന്ന് പറയുന്ന പ്രധാന രക്തഗ്രൂപ്പുകളല്ലാതെയുള്ള ചെറിയ രക്തഗ്രൂപ്പുകൾ, മൈനർ ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു നിര തന്നെയുണ്ട്. അവയുടെ പരസ്പര റിയാക്ഷൻ കാരണം പലപ്പോഴും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ചേർച്ചക്കുറവ് ഉണ്ടാകാറുണ്ട്. ഇത് കൂടാതെ രോഗിക്ക് രക്തം കൊടുക്കുമ്പോൾ മാച്ചിങ് ടെസ്റ്റ് ചെയ്യുന്നത് പഴയ കാലത്ത് ചെയ്തിരുന്നതിൽ നിന്നും വളരെ അഡ്വാൻസ്ഡായ, വളരെ ആധുനികവൽക്കരിച്ച രീതിയിലുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. മേജർ ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ചേർച്ച മാത്രമല്ല, മൈനർ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഇൻ്റർഫിയറൻസ് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് തടയാനും രക്തബാങ്കിൻ്റെ സേവനം ഉപയോഗപ്പെടുത്താറുണ്ട്. ബ്ലഡ് ബാങ്കിൻ്റെ സേവനങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കിപ്പം ചേരുന്നത് ഡോക്ടർ മായാദേവിയാണ്. ഡോക്ടർക്ക് തുടരാം. ഡോക്ടർ, നമുക്കിപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്നും ജിയോ ആണ്. ജിയോ, ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്കൊരു പ്രത്യേക സ്ഥലത്ത് ഒരു ഓപ്പറേഷൻ നടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാൻ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ എന്ന് അറിയാം. എന്താണ്, ഒന്ന് വ്യക്തമായില്ല, ഒന്നുകൂടി പറയാമോ? അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, ഒരു ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്ന മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പറയാം. രക്തബാങ്കുകൾ ഇല്ലാത്ത ആശുപത്രികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു രക്തബാങ്കുമായിട്ട് ഈ ആശുപത്രികൾ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കും അത്യാവശ്യ സന്ദർഭങ്ങളിൽ രക്തം കൊണ്ടുപോകാൻ. അതിന് പ്രത്യേകമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രത്യേകം ശീതീകരിച്ച, അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ആ രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾ ഇന്ന് രക്തബാങ്കുകളിലുണ്ട്. അതിന് നമ്മൾ ഏത് ആശുപത്രിയിലാണോ രക്തസന്നിവേശം നടത്തേണ്ടത് അവിടെ നിന്നും രോഗിയുടെ രക്തസാമ്പിളുമായി ഇതിനുള്ള റിക്വസ്റ്റുമായി രക്തം നമുക്ക് ലഭിക്കുന്ന രക്തബാങ്കിൽ ചെന്നിട്ട് അവിടുന്ന് രക്തം മാച്ചിങ് ടെസ്റ്റുകൾക്ക് ശേഷം തയ്യാറാക്കി തരുമ്പോൾ അത് നമ്മൾ വെറുതെ സാധാരണ ഒരു മരുന്ന് കൊണ്ടുപോകുന്ന രീതിയിലല്ല, രക്തം കേടാകാത്ത രീതിയിൽ ഏത് ടെമ്പറേച്ചറിലാണോ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് അതേ രീതിയിലുള്ള ടെമ്പറേച്ചർ, ഫ്രിഡ്ജിലാണോ അല്ലാതെയോ, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിലല്ല സൂക്ഷിക്കാനുള്ളത്. അപ്പോൾ ഓരോന്നും ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതിന് അതിൻ്റേതായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ബാഗുകളുണ്ട്. അതാത് ആശുപത്രികളിൽ നിന്ന് അത്തരം ബാഗുകളുമായി വരികയോ അല്ലെങ്കിൽ ഈ ആശുപത്രിയിൽ നിന്ന് ബാഗ് കൊടുത്തയക്കുകയോ ചെയ്യും. അങ്ങനെ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. സുരക്ഷിതമായിരിക്കാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിനുള്ള സംവിധാനം നിലവിലുണ്ട്. പ്രേക്ഷകന് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലോപീഷ്യ, തലസീമിയ തുടങ്ങിയ അസുഖങ്ങളുമായി ബ്ലഡ് ബാങ്കിനുള്ള പങ്ക് പറഞ്ഞല്ലോ. ഈ ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങളുടെ ചികിത്സയിൽ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം എത്ര പങ്ക് വഹിക്കുന്നുണ്ട്? ക്യാൻസർ പോലെ നേരത്തെ പറഞ്ഞല്ലോ, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ രംഗത്ത് ആദ്യമായി വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് CMC വെല്ലൂരിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. അന്ന് അവിടുത്തെ രക്തബാങ്കിൻ്റെ സേവനം വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അന്നത് സാധ്യമായത്. ബ്ലഡ് കമ്പോണൻറ്റ് പ്രിപ്പറേഷൻ, ക്രയോ പ്രിസിപ്പിറ്റേറ്റ് എന്ന് പറയുന്ന ബ്ലഡ് കമ്പോണൻറ്റ് പ്രിപ്പറേഷനൊക്കെ വളരെ വലിയ തോതിൽ അവർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആൻറ്റിജൻ ടെസ്റ്റിങ്, ഇതെല്ലാം രക്തബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇത് കൂടാതെ ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന രോഗികൾക്ക് സങ്കീർണമായ ചികിത്സാ രീതി രണ്ട് തരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ രോഗിയുടെ തന്നെ മൂലകോശങ്ങൾ എടുത്ത് രോഗിയിൽ സന്നിവേശിപ്പിക്കാം. അതിന് എഫറസിസ് ടെക്നോളജി വഴി സ്റ്റെം സെൽസ് രോഗിയുടെ രക്തത്തിൽ നിന്നും പെരിഫറൽ സ്റ്റെം സെൽ സെപ്പറേഷൻ വഴി നമുക്ക് എടുക്കാം.
അതുകൊണ്ട് ഒരു റിജക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത രോഗിക്ക് വളരെ കുറവാണ്. എന്നാൽ മറ്റൊരു ദാതാവിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ കൂടുതൽ മാച്ചിങ് ടെസ്റ്റുകളും കൂടുതൽ മറ്റ് ചികിത്സാക്രമങ്ങളും എല്ലാം ആവശ്യമായി വരും. രോഗിയിൽ ഇത് എടുക്കുന്നതിന് മുമ്പായി രോഗിയെ ആ രീതിയിൽ പാകപ്പെടുത്തുന്ന ചികിത്സകൾക്ക് ശേഷമാണ് കൊടുക്കുക. രോഗിയുടെ രക്തത്തിലുള്ള ആൻറ്റിബോഡികളുടെ അളവും എല്ലാം നേരത്തെ രക്തബാങ്കിൽ നിർണ്ണയിക്കപ്പെടും. അതിനുശേഷം മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ കമ്പോണൻസ് കൊടുക്കുക. ഇത് കൂടാതെ പുതിയ ഒരു ചികിത്സാ സമ്പ്രദായം ക്യാൻസർ രോഗത്തിൽ കാർടി സെൽ തെറാപ്പി എന്ന് പറയുന്ന കാർടി സെൽ തെറാപ്പി വിദേശ രാജ്യങ്ങളിൽ അടുത്ത കാലത്ത് വന്നത്, ഇപ്പോൾ നമ്മുടെ നാട്ടിലും കേരളത്തിലും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളുമുള്ള വലിയ നിലയിലുള്ള ആശുപത്രികളിൽ മാത്രം ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് വലിയ ഒരു നല്ല വാർത്തയാണ്. കാർടി സെൽ തെറാപ്പി നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. കാർടി സെൽ തെറാപ്പി വഴി ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന പോലെ രോഗിയുടെ തന്നെ രക്തത്തിലെ മൂലകോശം എടുത്ത് ചെയ്യുന്നതിന് പകരം രോഗിയുടെ രക്തത്തിലെ ലിംഫോസൈറ്റ്സ്, ടി ലിംഫോസൈറ്റ്സ്, നമ്മുടെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ടി ലിംഫോസൈറ്റ്സിനെ വേർതിരിച്ചെടുക്കും FRS ടെക്നോളജി വഴി. അതിനുശേഷം ഇത് മറ്റൊരു ലബോറട്ടറിയിലേക്ക് മാറ്റുകയും അവിടെ ഈ ടി സെൽസിൻ്റെ ഉപരിതലത്തിൽ പുറമേ അതിൻ്റെ മെംബ്രെയിനിൽ കൈമറിക് ആൻറ്റിജൻ റിസപ്റ്റർ എന്ന് പറയുന്ന റിസപ്റ്റർ ഉണ്ടാകത്തക്ക എഞ്ചിനീയറിംഗ് പ്രക്രിയ നടത്തുകയും അതവിടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും. ഈ കൈമറിക് ആൻറ്റിജൻ റിസപ്റ്റേഴ്സ് ക്യാൻസർ കോശങ്ങളെ വളരെ സ്പെസിഫിക്കായി അല്ലെങ്കിൽ വളരെ അത് കൃത്യമായി അവയെ തന്നെ ആക്രമിക്കുകയും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. അതാണ് കാർടി സെൽ തെറാപ്പി. അപ്പം ടി ലിംഫോസൈറ്റ്സിനെ രക്തത്തിൽ നിന്നും വേർതിരിക്കുന്ന FRS ടെക്നോളജി പ്രകാരം വേർതിരിക്കുന്ന പ്രക്രിയ രോഗിയിൽ നിന്നും അതെല്ലാം രക്തബാങ്കിലാണ് ചെയ്യുന്നത്. ഇത് പ്രോസസ്സ് ചെയ്ത ലബോറട്ടറി മൾട്ടിപ്ലിക്കേഷനും കാർടി സെൽ ആക്കി എടുക്കുന്ന പ്രക്രിയയും മറ്റ് ഒരു ലബോറട്ടറിയിലാണ് ചെയ്യുക. തിരിച്ചു കൊണ്ടുവന്ന ശേഷം എത്രയും വേഗം രോഗിയിൽ സന്നിവേശിപ്പിക്കും. ഇത് വളരെ ആധുനികമായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ സാധിച്ചത്. സന്തോഷവും ആശ്വാസവുമുള്ള ഒരു വാർത്ത തന്നെയാണ്. ഡോക്ടർ നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് മോനിയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഈ തലയ്ക്കകത്തിടയ്ക്ക് ഇങ്ങനെ വേദന വരുന്നുണ്ട്, പിന്നെ ചെവിക്കും അതിന്റെ വേദന വരുന്നുണ്ട്. അപ്പൊ ഈ കൗണ്ട് കുറവുണ്ട്, എന്താണ് ബ്ലഡിന്റെ കുറവുണ്ട് ശരീരത്തിൽ. തലയ്ക്കകത്ത് ഇങ്ങനെ വേദന വരുന്നുണ്ട്, ചെവിക്ക് അതിന്റെ വേദന വരുന്നുണ്ട്. അപ്പൊ അതിന് ഈ എന്താണ് ചെയ്യേണ്ടതെന്നാണോ? രക്തത്തിന്റെ കുറവുണ്ട് എന്ന് പറയുമ്പോൾ വിളർച്ചയാണോ ഉദ്ദേശിക്കുന്നത്? ഹലോ, കോൾ കട്ടാണ് ഡോക്ടർ. പ്രേക്ഷകൻ പറയുന്നത് തലയ്ക്കകത്തും ചെവിക്കകത്തും വേദനയാണ്, ബ്ലഡിന്റെ കൗണ്ട് കുറവാണ് എന്നാണ് പറയുന്നത്. അതിനെന്താണ് പരിഹാരം? ഇത്രയും വിവരങ്ങൾ വെച്ച് നമുക്ക് ബ്ലഡ് ബാങ്കിന്റെ ഭാഗത്ത് നിന്നും ഒരു പരിശോധനയോ അല്ലെങ്കിൽ ഒരു ചികിത്സയോ നിർദ്ദേശിക്കാനാവില്ലല്ലോ. ഒരു ഫിസിഷ്യനെ കണ്ട് വേണ്ട മാർഗനിർദ്ദേശം എടുത്ത ശേഷം രക്തബാങ്കിൻ്റെ ഏത് സേവനമാണ് ആവശ്യം എന്ന് കണ്ടാൽ ആ രീതിയിലുള്ള സേവനങ്ങൾ തേടാവുന്നതാണ്. വിളർച്ചയൊക്കെ ആണെങ്കിൽ ഉടനെ തന്നെ ഒരു രക്തസന്നിവേശത്തിൻ്റെ ആവശ്യം ഒരിക്കലുമില്ല. രക്തം വിലപിടിച്ച ഒരു ചികിത്സാ രീതിയാണ് രക്തസന്നിവേശമെങ്കിലും വിലപിടിച്ചത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കോസ്റ്റിനുപരി അതിൻ്റെ മൂല്യം വളരെ വലുതാണെങ്കിലും അനാവശ്യമായ രക്തസന്നിവേശം എപ്പോഴും ഒഴിവാക്കേണ്ട ഒരു ഘടകമാണ്. വിളർച്ച ഉണ്ടാകുന്നതും ശസ്ത്രക്രിയാ സമയത്തുള്ള രക്തം കൊടുക്കലും എല്ലാം പരമാവധി ഒഴിവാക്കേണ്ട ഒന്നാണ്. കാരണം രക്തം ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിക്കഴിഞ്ഞ ഒരു രോഗിക്ക് വരുന്ന റിജക്ഷൻ പോലെയുള്ള പ്രവർത്തനങ്ങൾ രക്തം ഒരു ഫ്ലൂയിഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പോലെയാണ്. അതുകൊണ്ട് രക്തസന്നിവേശം പരമാവധി നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. പിന്നീട് അത് എപ്പോഴാണ് നമുക്ക് ഒരു റിസ്ക്കും അതിൻ്റെ ബെനിഫിറ്റും നമ്മൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ, പ്രയോജനവും അതിൻ്റെ അപകടകരമായ ഭാഗം തുലനം ചെയ്ത് നോക്കിയ ശേഷം നമുക്ക് പ്രയോജനമാണ് കൂടുതൽ ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും രക്തസന്നിവേശത്തിലേക്ക് പോയി വിലയേറിയ മനുഷ്യജീവൻ രക്ഷിക്കാനാവും. ചെറിയ ചെറിയ സന്ദർഭങ്ങളിൽ അനാവശ്യമായ രക്തസന്നിവേശം അറിവ് ഉള്ള ഡോക്ടർമാരാരും തന്നെ നിർദ്ദേശിക്കുകയില്ല. ഇപ്പോഴത് പ്രായോഗികമായി അങ്ങനെ ചെയ്യുന്നൊരു പതിവുമില്ല. നേരത്തെ പറഞ്ഞ കൂടാതെ
റേഡിയോ ഫ്രീക്വൻസി ട്രാക്കിംഗ് സിസ്റ്റം എന്നൊരു നൂതന സംവിധാനവും കൂടി രക്തബാങ്കുകളിൽ ഉടനെ തന്നെ വരാനുള്ള തയ്യാറെടുപ്പുകളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അതായത് ബാഗുകളുടെ പുറത്ത് ഒരു ചിപ്പ് അല്ലെങ്കിൽ ഒരു സെൻസർ ഘടിപ്പിക്കുകയും ഈ രക്തബാങ്കിൽ നിന്നും രക്തം കൊടുത്ത ശേഷം എവിടെ എല്ലാം കൊണ്ടുപോയാലും ഇതെവിടെയൊക്കെ ട്രാക്കിംഗ് സിസ്റ്റം, ഇതെവിടെ കൊണ്ടുപോകുന്നു, അതിനെന്ത് സംഭവിക്കുന്നു മുതലായ കാര്യങ്ങളെല്ലാം അറിയാനുള്ള, അതിൻ്റെ അപ്പോഴത്തെ കണ്ടീഷൻ എല്ലാം അറിയാനുള്ള ഒരു റേഡിയോ ഫ്രീക്വൻസി ട്രാക്കിംഗ് സിസ്റ്റം, അതും വിപ്ലവകരമായ ഒരു പുരോഗമനമാണ്. അതും ഇപ്പോൾ ഹലോ ഡോക്ടറിൻ്റെ അവസാന സമയമായിരിക്കുകയാണ്. ആധുനിക ചികിത്സാ രംഗത്ത് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ്റെ അഥവാ രക്തബാങ്കിൻ്റെ സേവനങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം മുൻ പ്രൊഫസറും HOD-യുമായ ഡോക്ടർ S. മായാദേവിയാണ്. ഡോക്ടർ, നന്ദി, നമസ്കാരം.